ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹേസ്ബർഗ് ടു ഫാക്ടർ തിയറിയും അതുപോലെ തന്നെ മക്ലെലൻഡ് മോട്ടിവേഷൻ തിയറിയും. രണ്ട് തിയറീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തത് ഹേസ്ബർഗ് ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ. ഈ തിയറി പറയുന്നത് എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതും ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതും ഒരേ ഫാക്ടറിൽ നിന്നല്ല, അല്ലെങ്കിൽ ഒരേ കാര്യത്തിന്റെ പ്രസൻസോ ആബ്സെൻസോ അല്ല നമ്മളെ ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്കും ഡിസാറ്റിസ്ഫാക്ഷനിലേക്കും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ലൊരു ചെയർ ഉണ്ടെന്നുള്ളത് നമ്മളെ ചിലപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അതിന്റെ ആബ്സെൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ ഇത് തന്നെയാണ് പറയുന്നത്, ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ച് അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ പ്രസൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല, ചിലപ്പോൾ അതിന്റെ ആബ്സെൻസ് നമ്മൾ എന്ത് ചെയ്തേക്കാം? ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് ലീഡ് ചെയ്തേക്കാം. ഈ തിയറി ഇത്രയാണ് പറയുന്നത്, എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതും ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതും ഒരേ ഫാക്ടറിൽ നിന്നല്ല. ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും ഇന്റർ ഡിപ്പെൻഡന്റ് ആണെന്നാണ്. ഇപ്പൊ നല്ല സാലറി ഉണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, സാലറി ഇല്ലാത്തത് നമ്മളെ ഡിസാറ്റിസ്ഫൈ ചെയ്യിക്കും എന്നുള്ളതാണ് നമ്മളെ ഒരു ട്രഡീഷണൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഈ തിയറി പറയുന്നത് അങ്ങനെയല്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന കാര്യങ്ങളല്ല ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഹേഴ്സ്ബർഗ് ടു ഫാക്ടർ തിയറിയിൽ പറയാം. ഇദ്ദേഹം ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്: ഹൈജീനിക് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഇനി എന്താണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഫാക്ടേഴ്സിനെയാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അത് എന്തിന് കാരണമാവും? ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. ഓരോന്നും എന്താന്ന് നോക്കാം. ആദ്യമായിട്ട് ഹൈജീൻ ഫാക്ടേഴ്സ്, ഇത് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസ് എന്തിന് കാരണമാവും? ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. പക്ഷെ ആ ഹൈജീൻ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് വരില്ല? ജോബ് സാറ്റിസ്ഫാക്ഷൻ വരില്ല. ഫോർ എക്സാമ്പിൾ, ഇതിൽ ആറിനാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് വർക്കിംഗ് കണ്ടീഷൻ. വർക്കിംഗ് കണ്ടീഷൻ ഒരു ഹൈജീൻ ഫാക്ടർ ആണെന്നാണ് അദ്ദേഹം തിയറിയിൽ പറയുന്നത്. അതായത് വർക്കിംഗ് കണ്ടീഷൻ ഒരു ഹൈജീൻ ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ അതെന്തിന് കാരണമാവും? ജോബ് ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. പക്ഷെ നമ്മൾ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റിലാണ് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എന്തിന് കാരണമാവില്ല? ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാവില്ല. അപ്പൊ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ ആബ്സെൻസ് എന്തിന് കാരണമാവും? ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. പക്ഷെ അത് പ്രസന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല? മോട്ടിവേറ്റ് ചെയ്യില്ല. ഇതിൽ വർക്കിംഗ് കണ്ടീഷൻ, സാലറി ആൻഡ് ബെനിഫിറ്റ്, കമ്പനി പോളിസി, ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ സൂപ്പർവിഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ജോബ് സെക്യൂരിറ്റി, ഇത്രയാണ് പറയാ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ ഈ ഒരു ഫാക്ടർ പ്രസന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യില്ല? മോട്ടിവേറ്റ് ചെയ്യില്ല. ഇവിടെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടല്ലോ, എന്നാൽ കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാന്ന് നമ്മൾ വിചാരിക്കില്ല. പക്ഷെ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിൽ, മോശമാണെങ്കിൽ നമുക്ക് അത് എന്തിന് കാരണമാവും? ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. ഇപ്പൊ ഈ തന്നിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട്, നല്ല സാലറി ഉണ്ടെന്ന് കരുതി നമുക്ക് മോട്ടിവേഷൻ തോന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം തിയറിയിൽ പറയുന്നത്. അപ്പൊ ഹൈജീൻ ഫാക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ കുറച്ചുകൊണ്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എൻഹാൻസ് ചെയ്തതുകൊണ്ട് അവർക്ക് എന്ത് തോന്നാൻ പോകുന്നില്ല? ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്നില്ല. സാലറി ആൻഡ് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും? ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ നല്ല സാലറിയും ബെനിഫിറ്റും ഉണ്ടല്ലോ എന്ന് കരുതി അവരെ മോട്ടിവേറ്റ് ആവില്ല എന്നാണ് ഇദ്ദേഹം ഈ തിയറിയിൽ പറയുന്നത്. അടുത്തത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് പ്രസന്റ് ആണെങ്കിൽ അത് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാവും. പക്ഷെ ഈ താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാന്ന് വിചാരിച്ചത് എന്തിന് കാരണമാവില്ല? ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവില്ല. ഇതിൽ പറയുന്നത് അച്ചീവ്മെന്റ്, റെക്കഗ്നൈസേഷൻ, റെസ്പോൺസിബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, ദ നേച്ചർ ഓഫ് വർക്ക് ഇറ്റ് സെൽഫ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ അച്ചീവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ അവരത് എന്ത് ചെയ്യില്ല? അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നില്ല എന്നാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ പറയാം.
അപ്പൊ ഈ 6 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നും? ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഇല്ലാന്ന് വിചാരിച്ച് അവർക്ക് എന്ത് തോന്നാൻ പോകുന്നില്ല? ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയാം. ഇപ്പൊ ഈ ടു ഫാക്ടർ തിയറിയിൽ ഇത്രയാണ് പറയുന്നത്. നമ്മളെ നോർമലി ഉള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിന്റെ പ്രസൻസ് ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാവുന്നു, അതിന്റെ ആബ്സെൻസ് ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നല്ല സാലറി ഉണ്ടെങ്കിൽ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, സാലറി ഇല്ലെങ്കിൽ നമുക്കത് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും എന്നുള്ളതാണ് നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതിനെ ചലഞ്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു തിയറിയാണ് ഈ ടു ഫാക്ടർ തിയറി എന്ന് പറയാം. ഈ തിയറിയിൽ പറയുന്ന ഇത്രയാണ്: ചില ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ ആബ്സെൻസ് അവർ എന്ത് ചെയ്യില്ല? ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നില്ല. അതാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നും? ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഇനി അതില്ലാന്ന് വിചാരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നാൻ പോകുന്നില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈജീൻ അല്ലെങ്കിൽ മെയിന്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രകാരം എന്താണ്? അത് ഉണ്ടെന്ന് വിചാരിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല, പക്ഷെ ആ ഫാക്ടേഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ അത് അവർക്ക് എന്തിന് കാരണമാവും? ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. ഇപ്പൊ വർക്കിംഗ് കണ്ടീഷൻ നല്ലതാണ്, നമ്മൾ പറഞ്ഞ പോലെ നല്ല ചെയറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാന്ന് തോന്നണമെന്നില്ല, പക്ഷെ അതില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും? ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. അടുത്ത നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മക്ലെലൻഡ് ഹ്യൂമൻ മോട്ടിവേഷൻ തിയറിയാണ്. ദ 3 നീഡ്സ് തിയറി, അക്യൂർഡ് നീഡ് തിയറി, മോട്ടിവേഷണൽ നീഡ്സ് തിയറി, ലേൺ നീഡ്സ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഈ തിയറിയിൽ ഇതാണ് പറയുന്നത്: നമ്മളെ ജെൻഡർ ഏതായിക്കോട്ടെ, കൾച്ചർ ഏതായിക്കോട്ടെ, ഏജ് ഏതായിക്കോട്ടെ, എല്ലാ മനുഷ്യർക്കും ഈ പറയുന്ന മോട്ടിവേറ്റിംഗ് ഡ്രൈവ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, നീഡ്സ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മളുടെ കൾച്ചറിനെയും ലൈഫ് എക്സ്പീരിയൻസും എന്തായിക്കോട്ടെ, നമ്മളെ ജെൻഡറും കൾച്ചറും ഏജും എന്തായിക്കോട്ടെ, നമുക്ക് എന്തുണ്ട്? ഈ പറയുന്ന 3 ഫാക്ടേഴ്സ്, 3 നീഡ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം ഈ തിയറിയിൽ പറയുന്നത്. ഇതിന്റെ കോമ്പിനേഷനിലും ലെവൽസിലൊക്കെ ഡിഫറൻസ് വന്നേക്കാം, പക്ഷെ എല്ലാ മനുഷ്യരിലും ഉണ്ടാവാറുള്ള 3 നീഡ്സ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഏത് നീഡ്സ് ആണ് അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ തിയറി സഹായിക്കുന്നു. ഇതിലെ നീഡ്സിനെ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്: നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സൽ ചെയ്യാൻ, നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് ഒക്കെ ചെയ്തു തീർക്കാൻ, നേടിയെടുക്കാനുള്ള ഒരു നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളത്. ഏറ്റവും നല്ല രീതിയിൽ ചലഞ്ചിങ് ടാസ്ക് പെർഫോം ചെയ്യാൻ, നമ്മൾ തന്നെ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അല്ല, നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അവർക്കാണ് എന്തുള്ളത്? നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ടാസ്ക് കിട്ടിയാൽ അത് ചെയ്ത് തീർക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളത്. അപ്പൊ അവരുടെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അവരെപ്പോഴും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അവർ ചെയ്തത് നന്നായോ, ഇംപ്രൂവ് ചെയ്യണോ, അങ്ങനെയുള്ള ഫീഡ്ബാക്ക് അവരെപ്പോഴും ചോദിക്കും. പിന്നെ അവരുടെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി പേഴ്സണലി ഏറ്റെടുക്കാനാണ് അവർക്ക് താല്പര്യമുള്ളത്. അത് സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും പേഴ്സണലി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളവര്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സക്സസിന് വേണ്ടിയുള്ള ഡിസയർ ആണ്. എങ്ങനെയെങ്കിലും സക്സസ് ആവണമെന്ന് അത്രയും ഒരു സ്ട്രോങ് ഡിസയർ അവർക്ക് ഉണ്ടായിരിക്കും. റിസ്ക് എടുക്കാൻ അവർ വില്ലിങ് ആയിരിക്കും. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് നേടിയെടുക്കാൻ ഇവർ വില്ലിങ് ആയിരിക്കും. ഇപ്പൊ നീഡ് ഫോർ അച്ചീവ്മെന്റിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്തെങ്കിലും നേടിയെടുക്കാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റൻഷൻ ഉള്ള ആൾക്കാർക്കാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളത്. അപ്പൊ അവർ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, അത് നന്നായിട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കും. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അവർ ഫീഡ്ബാക്ക് ചോദിക്കും. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി പേഴ്സണലി ഏറ്റെടുക്കാൻ അവർ തയ്യാറായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ളത് ഒരു സ്ട്രോങ് ഡിസയർ അവർക്ക് ഉണ്ടായിരിക്കും. റിസ്ക് എടുക്കാൻ അവർ വില്ലിങ് ആണ്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നേടിയെടുക്കണം, അത് സെറ്റ് ചെയ്യാനോ അത് അക്കംപ്ലിഷ് ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നവരായിരിക്കും നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളത്. അടുത്തത് നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളത്. മറ്റുള്ളവർ അംഗീകരിക്കണം,
മറ്റുള്ളവർ അപ്രൂവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെയാണ്, അവർക്കാണ് എന്തുള്ളത്, നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളത്. നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുക, സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുക, അവരെല്ലാവരും അപ്രൂവ് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയാണ് നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളവർ ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെ നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളവരാണെങ്കിൽ അവർ നല്ല ടീം പ്ലേയേഴ്സ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിൽ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളവർ. അപ്പൊ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവരെ അംഗീകരിക്കുക, എല്ലാവരും അംഗീകരിക്കണം, എല്ലാവരുടെ അപ്രൂവൽ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് എന്തെന്നുള്ളത് നീഡ് ഫോർ അഫിലിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരൊരു ടീമിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ളവർ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നീഡ് ഫോർ പവർ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പവർ, അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, മറ്റുള്ളവരിൽ ഇമ്പാക്ട് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർക്കാണ് എന്തുള്ളത്, നീഡ് ഫോർ പവർ ഉള്ളത്. അതിന് രണ്ട് തരത്തിലുള്ള പവർ ഉണ്ട്. പേഴ്സണലൈസ്ഡ് പവറും, നമുക്കൊരു പേഴ്സണൽ ഡൊമിനൻസ് കിട്ടുക, മറ്റുള്ളവരെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കാം. അതുപോലെ തന്നെ സോഷ്യലൈസ്ഡ് പവറും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, എല്ലാവരെയും നല്ലതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളവരൊക്കെയാണ് ഈ സോഷ്യലൈസ്ഡ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നീഡ് ഫോർ പവർ ഉള്ളവര് കൂടുതലായിട്ടും ലീഡർഷിപ്പ് റോൾ ആയിരിക്കും ചൂസ് ചെയ്യുക. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് റോൾ ആയിരിക്കും ഇവർ പ്രിഫർ ചെയ്യുക. അപ്പൊ ഇദ്ദേഹം മൂന്നായിട്ടാണ് തിരിക്കുന്നത്: നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ്. നീഡ് ഫോർ പവർ എന്ന് പറഞ്ഞാൽ അധികാരം, മറ്റുള്ളവരെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നതിനെയാണ് നീഡ് ഫോർ പവർ എന്ന് പറയാ. അങ്ങനെയുള്ളവർ ലീഡർഷിപ്പ് റോളുകളായിരിക്കും പ്രിഫർ ചെയ്യുക. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരും അംഗീകരിക്കണം, എല്ലാവരും അപ്രൂവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നതിനെയാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയാ. അവര് ഒരു ഗുഡ് ടീം പ്ലേയേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ പറഞ്ഞത് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം, സക്സസ്ഫുൾ ആവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് എന്തുള്ളത്, നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.